യു.ഡി.എഫിലെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ നെക്സസ് കുറെ കാലമായിട്ട് നിലനിന്നിരുന്നു. ഇവർ രണ്ടുപേരുമാണ് പാർട്ടി എന്ന് പറയുന്ന നിലയിലൊക്കെ മാറിയിരുന്നു. ഇപ്പം അതൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു. ഇപ്പം അതിൻ്റെ ഒരു ഏക ഛത്രാധിപതിയായിട്ട് വി.ഡി. സതീശൻ മാറിത്തീരുകയാണ്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലായിക്കോട്ടെ, വലിയ ഒരു തിരിച്ചടിയാണ് അദ്ദേഹത്തിന് നേരിട്ടത്. ആ ഒരു ഘട്ടത്തിലൂടെയാണ് അദ്ദേഹം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു എം.എൽ.എ പോലുമല്ല. ഷാഫി പറമ്പിലിന്റെ ആയിക്കോട്ടെ, വലിയ വലിയ ഡാമേജ് ആണ് അദ്ദേഹത്തിന്റെ ഇമേജിന് സംഭവിച്ചിരിക്കുന്നത്. കാരണം കെ.സി അനുകൂലിച്ചു എന്നതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഇപ്പോ യു.ഡി.എഫിലെ ഒരു ഏക ഛത്രാധിപതിയായിട്ട് വി.ഡി. സതീശൻ മാറുകയല്ലേ? യു.ഡി.എഫിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു ഏകഛത്രാധിപതി എന്ന് പറഞ്ഞൊരു സമ്പ്രദായം യു.ഡി.എഫിൽ നടക്കുന്നതല്ല. കാരണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാലത്തും, ഇപ്പൊ കരുണാകരന്റെ കാലത്താണെങ്കിലും കരുണാകരന്റെ ഒരു ഭാഗത്ത്, അപ്പുറത്ത് മറ്റാൾക്കാർ, അപ്പം എന്നും അത് കോൺസെൻട്രേറ്റഡ് അല്ല, പല ഇതിൽ ചിന്നിച്ചിതറി കിടക്കുന്നതാണ് യു.ഡി.എഫിന്റെ. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ കുറെ ഫാൻസ് ഉണ്ട്. ഷാഫി പറമ്പിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിത്തട്ടിലുള്ളതെന്നല്ല, ആൾക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റും ആൾക്കാരെ ഒരുപാട്. ഇപ്പൊ എവിടെ ചെന്ന് കഴിഞ്ഞാലും നേരെ പാലക്കാട് പോയി നിന്ന് കഴിഞ്ഞാൽ വൻതോതിലുള്ള ആൾക്കാർ വരും, കേരളത്തിലെ പല ഭാഗത്തു നിന്നും. സെയിം സാധനം നമ്മൾ വടകരയിലും കണ്ടതാണ്. അപ്പം ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ ഒരു ഫിലിം ആക്ടറെ പോലെയാണ് ആൾക്കാർക്കിടയിൽ, വലിയ ജനസ്വാധീനമുള്ള ഒരാളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ അടിത്തട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടുള്ള എക്സ്പീരിയൻസ് അതുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കെ.എസ്.യുയിലൂടെ വന്നതാണ്, പട്ടാമ്പി SNGS കോളേജിലൂടെ വളർന്നു വന്ന് അവിടുന്ന് അങ്ങനെ പടിപടിയായിട്ട് വരുന്നത്. പാലക്കാട്ടുകാരൻ തന്നെയാണ്, ഷൊർണൂർ പട്ടാമ്പി പഠിച്ചായിരുന്നു ഷാഫി പറമ്പിൽ. അപ്പൊ ഇത്തരത്തിൽ വന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഷാഫി പറമ്പിൽ അവരുടേതായ ഒരു ഫാൻ ബേസ് ഉണ്ട്, ഇല്ല എന്ന് പറയില്ല. സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ നന്നായി കൈകാര്യം ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നെ ഷാഫി പറമ്പിലും തന്നെയാണ്. നേരെ അപ്പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് AI ഗ്രൂപ്പുകളും കാണാൻ പറ്റും. KC വേണുഗോപാലിന്റെ ഗ്രൂപ്പ് സ്പെഷ്യലൈസ് ഉണ്ട്, അല്ലാണ്ട് A ഗ്രൂപ്പ് ഉണ്ട്. ഉമ്മൻചാണ്ടിക്ക് ശേഷം A ഗ്രൂപ്പ് കാലക്രമേണ ഇല്ലാണ്ടായി പോകുന്ന ഒരവസ്ഥയിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലെ അപ്പുറത്തെ രമേശ് ചെന്നിത്തല പേരിൽ I ഗ്രൂപ്പ് ഉണ്ട്. ഇതെല്ലാ സ്മോക്കുകളും തെറിപ്പിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ സതീശൻ വരുന്നത്. സതീശന് ഇത്രയേറെ പിന്തുണ ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഈ ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഈ ജനവികാരം, പ്രത്യേകിച്ച് ലീഗിന്റെ ഒരു സപ്പോർട്ട് കൂടിയതുകൊണ്ടാണ് സതീശന് ഈ ബേസ് വന്നത്. പിന്നെ നമ്മൾ ഷാഫി പറമ്പിലിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഷാഫി പറഞ്ഞ പോലെ മലബാർ ബേസ്ഡ് ആളാണ്. തെക്കൻ മലബാറിൽ എവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഷാഫി ജയിക്കാൻ പറ്റും. ഇവൻ ധർമ്മടത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് പിണറായി വിജയനെ തോൽപ്പിക്കാൻ മാത്രം കഴിവുള്ള ഒരാൾ തന്നെയാണ് ഷാഫി പറമ്പിൽ എന്നുള്ളത്. ഷാഫി പറമ്പിൽ വേണമെന്നില്ല, ഇവൻ എനിക്ക് തോന്നിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ നമ്മൾ കണ്ടതാണ്, ഒന്നുമല്ലാത്ത ചെറിയൊരു എന്താ പറയാ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ കൊണ്ടുപോയിട്ടിട്ട് 50,000 വോട്ടിൽ നിന്ന് 19,000 പിണറായി വിജയൻ ചാഞ്ഞു എന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോയി പരീക്ഷിച്ചിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ തോൽക്കുമായിരുന്നു. ഒരു 50-50% ആണ്. പക്ഷെ ഷാഫി ആണെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞ പോലെ 60% നമുക്ക് ഉറപ്പിച്ച് പറയാം പിണറായി വിജയൻ അവിടെ അടി പതറും എന്നുള്ള കാര്യം. അപ്പം അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ചോദിച്ചത്, ഈ ഒരു കുറെ കാലം ഈ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരാണ് കോൺഗ്രസ് UDF പാർട്ടി എന്ന് പറയുന്ന ഒരു ധാരണ ആളുകൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഷാഫിക്ക് ഇമേജ് തകർന്നു എന്ന് പറയാൻ കാരണം KCക്കൊപ്പം ആരാകണം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞപ്പോൾ KC അനുകൂലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, ഇനി എവിടെയെങ്കിലും KC അനുകൂലിച്ചുകൊണ്ട് ഇനി എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ തോൽപ്പിച്ച് കളയുന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുള്ള ഒരു പ്രചരണമൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയരുകയുണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഇമേജിന്, ഷാഫിയുടെ ഇമേജിന് ഒരു ഡാമേജ് പറ്റിയിട്ടുണ്ടോ? ആ കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരാൾ ഇത്ര തരത്തിൽ വർഗീയത പറയുമ്പം ഒരു കാരണവശാലും മിണ്ടാണ്ട് നിന്നൊരു നേതാവായിരുന്നു KC വേണുഗോപാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേ മൃദു സമീപനം അല്ലെങ്കിൽ മൗനം പാലിച്ച മറ്റൊരു നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞത്. ഈ രണ്ട് നേതാക്കന്മാർ കമാന്നൊരു അക്ഷരം മണ്ടിയിട്ടില്ല. ആ സമയത്താണ് V.D. സതീശനെ പോലത്തെ ഒരു നേതാവ് ഇത്തരത്തിൽ പിന്നെ അതിനെതിരെ രംഗത്ത് വരുന്നതും. പിന്നീട് വെള്ളാപ്പള്ളി വെല്ലുവിളിക്കുന്നു, നിങ്ങൾ 100 എടുക്കണ്ട, നീ 98 സീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ SNDP നേതൃസ്ഥാനം രാജിവെക്കും, അല്ലെങ്കിൽ താൻ വനവാസത്തിന് പോകും എന്നുള്ള തരത്തിൽ വെല്ലുവിളിക്കുന്നു. അത് സതീശനെ ഏറ്റെടുക്കുന്നു. അപ്പം അത്തരത്തിലുള്ള ഡയറക്റ്റ് മുസ്ലിങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോൾ, അല്ലെങ്കിൽ മുസ്ലിം എന്താ പറയുക ഗ്രൂപ്പുകൾ, മൈനോറിറ്റി ഒരു പ്രശ്നം നേരിട്ടപ്പോൾ പിന്തുണച്ചത് സതീശനായിരുന്നു. അതുകൊണ്ടാണ് കാലാകാലം ഷാഫി പറമ്പിൽ സപ്പോർട്ട് ചെയ്യുന്ന മലബാറിലെ ലീഗുകാർ പോലും സതീശനെ സപ്പോർട്ട് ചെയ്തത്. അതേ സതീശനെ സപ്പോർട്ട് ചെയ്ത് ഒരു MLA ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മിണ്ടാണ്ട് നിന്ന KC വേണുഗോപാലിനായിരുന്നു ഈ പറഞ്ഞ പോലെ ഷാഫിയുടെ സപ്പോർട്ട് കൊടുത്തായിരുന്നു. അതുകൊണ്ടാണ് ലീഗിലെ നല്ലൊരു നേതാക്കന്മാർ, പ്രത്യേകിച്ച് മലബാറിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ലീഗിനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ. കൊല്ലത്ത് മത്സരിക്കുന്നുണ്ടെങ്കിലും ആ സീറ്റിൽ നിന്ന് അവർക്ക് ജയിക്കാൻ പറ്റുന്ന സീറ്റല്ല. കുറെ മുമ്പ് ഒരു സീറ്റ് ജയിച്ചു എന്നല്ലാണ്ട് കൊല്ലത്ത് ഇപ്പോൾ പുനലൂർ മത്സരിക്കുന്നുള്ളത് പേരിന് മാത്രമേ ഉള്ളൂ. പക്ഷെ വിജയിക്കാൻ അവർക്ക് സാധിക്കുന്ന ഒരു സീറ്റല്ല നിലവിൽ കൊല്ലം. അപ്പോൾ ബാക്കി മലബാറിൽ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല ശതമാനം മുസ്ലിം ലീഗിന്റെ ഏകദേശം 27 സീറ്റിൽ മത്സരിക്കുന്നു, 22ഓളം സീറ്റ് ജയിക്കുന്നു. ഏകദേശം പാർട്ടി സ്ട്രൈക്ക് റേറ്റ് എന്നുള്ളത് 93% എത്തുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലീഗിന്റെ സപ്പോർട്ട് പൂർണ്ണമായിട്ടും
ഷാഫി പറമ്പിൽ നിന്നും മാറി സതീശനിലോട്ട് പോകുന്ന ഒരു പ്രക്രിയയാണ് കാണുന്നത്. അത് ഈ പറഞ്ഞ പോലെ മൈനോറിറ്റി കൺസോൾട്ടേഷൻ, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോൾ മിണ്ടാണ്ടിരുന്നത് കൊണ്ട് മാത്രമാണ്. ഷാഫി നോക്കിക്കഴിഞ്ഞാൽ ഒരു വിഷയത്തിനും ഷാഫി മിണ്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം അതായത് ഷാഫിയുടെ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഷാഫി പറയാറില്ല. ഷാഫി അത് സത്യമാണ്. ഷാഫി അങ്ങനെയുള്ള CAA, NRC, പൗരത്വ ഭേദഗതി ബില്ല്, അല്ലെങ്കിൽ ബംഗാളിലെ SIR വിഷയം, ബംഗാൾ മുസ്ലിങ്ങളെ വോട്ട് പോയ വിഷയം, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ വർഗീയത, ഈ കാര്യങ്ങളൊന്നും വരുമ്പോൾ ഷാഫി ഒന്നും കീപ് സൈലൻസ്. അതാണ് ഷാഫിയെ സംബന്ധിച്ചിടത്തോളം വോട്ട് ബാങ്ക് കളയാൻ പാടില്ല. നമ്മൾ നേരത്തെ KC വേണുഗോപാലിന്റെ കാര്യം പറഞ്ഞല്ലോ. KC എപ്പോഴും സൈലൻസ് ആയി നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, മതസാമുദായിക നേതാക്കന്മാരെ തെറ്റിക്കണ്ട എന്നുള്ള സാധനം കൊണ്ടാണ്. സെയിം സാധനമാണ് രമേശ് ചെന്നിത്തലക്കുള്ളത്. അതേ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതേ പാത്ത് ഫോളോ ചെയ്യുന്ന മറ്റൊരാളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഷാഫി പറമ്പിൽ എന്നുള്ളത്. അപ്പൊ ആ ഇമേജ് യഥാർത്ഥത്തിൽ ഇടിഞ്ഞു. കേരള രാഷ്ട്രീയത്തിലെ ഒരു മാലിന്യമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശനെ വിലയിരുത്തുന്നത്. അത്തരത്തില് ന്യൂനപക്ഷങ്ങൾക്കെതിരെ കടുത്ത രീതിയിലുള്ള, വളരെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, ശ്രീനാരായണ ഗുരുവിന്റെ ഒക്കെ ഒരു അനുയായിയാണ്, പരാമർശങ്ങൾ നടത്തിയപ്പോൾ എന്തുകൊണ്ട് KC വേണുഗോപാൽ മിണ്ടാതിരുന്നു? കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയത് വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളിയെ ആ ഘട്ടങ്ങളിൽ കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന സമീപനം പിണറായി വിജയൻ സ്വീകരിച്ചു. പരോക്ഷമായിട്ട് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന നിലപാട് CPM സ്വീകരിച്ചു. ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ന്യൂനപക്ഷ വോട്ടുകൾ യഥാർത്ഥത്തിൽ CPM-ന് നഷ്ടമായി അത് UDF-ലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടത്. അപ്പൊ ഈ ഒരു നിലയിൽ നിന്ന് എപ്പോഴൊക്കെ മാറാൻ സാധിക്കും? ആ ഒരു ഘട്ടത്തിൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ തിരിച്ചു പിടിക്കാനായിട്ട് CPM-ന് സാധിക്കുമെന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിന്റെ പരിശ്രമങ്ങൾ ഇപ്പം പല രീതിയിൽ അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് ഈ ഷാഫി രാഹുൽ എന്ന് പറയുന്ന ഒരു വലിയ, അതായത് യുവ നേതാക്കൾക്കിടയിൽ ആവേശം പകർന്നിരുന്ന രണ്ടുപേരാണ്. മറ്റാരാണ് അതിലുള്ളത്? ഇപ്പൊ VT ബലറാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല നേതാക്കളുണ്ടല്ലോ. അവർക്കൊന്നും കൊടുക്കാൻ പറ്റാത്ത ആവേശം, അല്ലെങ്കിൽ ചേർത്ത് നിർത്താൻ പറ്റാത്ത അണികള് ഈ രണ്ടുപേർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു പ്ലേസിലേക്കാണ് ഒരു ഘട്ടത്തിൽ പല നേതാക്കൾ പോലും ഭയപ്പെട്ടിട്ടുണ്ട്. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പോലും ഷാഫിയിലും രാഹുലിലും മാത്രം ഒതുങ്ങിത്തീരുന്നുണ്ടോ? അവരുടെ ഒരു വലിയൊരു അപ്രമാദിത്വം ഉണ്ടായിരുന്നു. ആ അപ്രമാദിത്വത്തെ തകർക്കാനായിട്ട് VD സതീശൻ ഏതൊക്കെ രീതിയിലുള്ള തന്ത്രങ്ങൾ പയറ്റി? ഇതിപ്പോ കേരളം ചർച്ച ചെയ്യുകയാണ്. എന്താണ് VD സതീശന്റെ ഏറ്റവും വലിയ മേന്മയായിട്ട് കാണുന്നത്? അദ്ദേഹം ഒറ്റക്ക് പോരടിച്ചു വന്ന ഒരാളാണ്. ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നില്ല, ജനനേതാവായിരുന്നു. അപ്പൊ ജനങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ VD സതീശന്റെ പവർ, കരുത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രൂപ്പുകളെ മുഴുവൻ കത്തിച്ചു കളഞ്ഞ് ജനങ്ങളുടെ കരുത്തിൽ ഉയർന്നു വന്നൊരു നേതാവാണ്. ഈ ഇപ്പൊ ഇദ്ദേഹത്തിന് അധികാരത്തിൽ വരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ UDF-ന് വീണ്ടും അധികാരത്തിൽ വരാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ വലിയ തകർച്ചയായിരിക്കും VD സതീശന് നേരിടേണ്ടി വരിക. അദ്ദേഹം പിന്നെ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്ന ഒരു കാഴ്ചയായിരുന്നു കാണേണ്ടിയിരിക്കുക. അവിടെയാണ് പുതിയ മാതൃക സൃഷ്ടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ഇനി കോൺഗ്രസ് നീങ്ങേണ്ടത്, ഏതെങ്കിലും ഗ്രൂപ്പിസത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കളുടെ ഫാൻ ബേസിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകേണ്ട ഒന്നല്ല കോൺഗ്രസ് പാർട്ടി. അത് ജനങ്ങളുടെ പാർട്ടിയാണെന്ന് പറയുന്ന ഒരു മാതൃകയല്ല അദ്ദേഹം കാണിച്ചത്. ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്ന കാര്യം, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ശൈലി, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് ഗ്രൂപ്പാണ്. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞില്ലാണ്ടാക്കി കഴിഞ്ഞാലും കോൺഗ്രസിനുള്ള ഗ്രൂപ്പിസം നിൽക്കില്ല. അതിപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലേ ഉള്ളത്. 1885 തുടങ്ങിക്കഴിഞ്ഞ് ഇന്ന് 2026 നിൽക്കുമ്പോൾ, ഏകദേശം 100 വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോഴും ആ പാർട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് മാത്രമാണ്. നമ്മൾ കേരളത്തിൽ നോക്കി കഴിഞ്ഞാൽ, ദേശീയ തലത്തിൽ നോക്കി കഴിഞ്ഞാലും നമ്മൾ വിചാരിക്കും കേരളത്തിൽ മാത്രമുള്ള ഗ്രൂപ്പ് എന്ന്. പക്ഷെ ഇതേ ഞാൻ രാജസ്ഥാനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ 7ഓളം ഗ്രൂപ്പ് ഉണ്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട് മാത്രം. അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് അശോക് ഗെഹ്ലോട്ടിന്റെ ഒരു ഗ്രൂപ്പ്, അപ്പുറത്ത് സച്ചിൻ പൈലറ്റിന്റെ ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 2 ഗ്രൂപ്പ്. നമ്മളിവിടെ A ഗ്രൂപ്പ്, I ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇത്തരത്തിൽ ഗ്രൂപ്പ് എല്ലായിടത്തും ഉണ്ട് കോൺഗ്രസിന്. അപ്പോൾ അതാണ് അവരുടെ ഒരു പ്രത്യേകത എന്നുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, കാലക്രമേണ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ അവർ ഒരുമിച്ച് നിൽക്കും എന്നുള്ള പ്രക്രിയയും അവർക്കിടയിൽ കാണാറുണ്ട്. എന്തായാലും സ്വാസ് പറഞ്ഞ പോലെ പുതിയ മാതൃകയാണ് യഥാർത്ഥത്തിൽ VD സതീശൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഗ്രൂപ്പിനപ്പുറം കാലാകാലങ്ങളായിട്ടുള്ള ഒരു രീതിയാണെന്ന് പറഞ്ഞല്ലോ ഗ്രൂപ്പ്. പക്ഷെ ഗ്രൂപ്പിനപ്പുറം സഞ്ചരിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ഇനി വളർച്ചയുണ്ടാകുള്ളൂ എന്ന് പറയുന്ന ഒരു ധാരണ, പൊളിച്ചടക്കലിന്റെ ഒരു രാഷ്ട്രീയം തീർച്ചയായിട്ടും VD സതീശൻ കാണിച്ചിട്ടുണ്ട്.
അത് മാത്രമല്ല സതീശിനി പറഞ്ഞ പോലെ ഗ്രൂപ്പുകൾക്ക് അതീതമായി എന്നുള്ളതിനപ്പുറം എനിക്ക് തോന്നുന്നു 27 സീറ്റിൽ ഞാൻ പറഞ്ഞത് 22ഓളം സീറ്റ് ലീഗിന്റെ സപ്പോർട്ട് കിട്ടി. അപ്പം ബാക്കി MLA മാർ ഏകദേശം 7-8 MLA-മാർ മാത്രമാണ്. പിന്നെ ഈ കോൺഗ്രസ് 63 സീറ്റാണ് കോൺഗ്രസിനുള്ളത്. അതിൽ ഒരു 7-8 MLA-മാരുടെ സപ്പോർട്ടും ലീഗിന്റെ 22 MLA-മാരുടെ സപ്പോർട്ടും ഏകദേശം 3 MP-മാരുടെ സപ്പോർട്ടും പിന്നെ ബാക്കി പറഞ്ഞ പോലെ ഇതിനെല്ലാം അതീതമായിട്ട് കേരള പൊതുജനങ്ങളുടെ വികാരം കൂടി വന്നുകൊണ്ടാണ് ഹൈക്കമാൻഡ് വേറെ നിവർത്തിയില്ലാതെ അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ സാധാരണ ഹൈക്കമാൻഡ് ചെയ്യുന്നത് തല എണ്ണും MLA-മാരുടെ, എന്നിട്ട് അതിൽ സപ്പോർട്ട് ആർക്കാൻ നോക്കും. അതിപ്പോ ജനശക്തി ജനശക്തിക്കല്ല MLA-മാരുടെ നോക്കരുത്, സാധാരണ അവരെ തല എണ്ണിയിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആയിരിക്കാൻ നോക്കും, അവരെ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കും. അതിപ്പോൾ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിനായാലും മധ്യപ്രദേശിൽ ആണെങ്കിലും എല്ലായിടത്തും അങ്ങനെ ചെയ്യുന്ന സെയിം സമ്പ്രദായമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് എല്ലായിടത്തും തകർന്ന് തരിപ്പണാവുന്നതും. ഒരു ഹൈക്കമാൻഡ് വിചാരിക്കുന്നത് ഇവരാണ് ജനസ്വീകരണമുള്ള നേതാവ് എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലോട്ട് വരുമ്പോൾ നടന്നില്ല എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ബാക്കി സംസ്ഥാനങ്ങളിലും ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്താം.